നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് തിരിച്ചടി നൽകി ആ തീരുമാനം. ഇന്നു മുതൽ റെസിഡൻസ് വിസക്കാർക്ക് മാത്രമായി ബഹ്റൈൻ പ്രവേശനം ചുരുക്കിയതോടെ ഇന്ത്യയിൽ കുടുങ്ങിയ സൗദി UAE വിസക്കാർക്ക് മനാമയിലെത്തി റോഡ് മാർഗം അതിർത്തി കടക്കാനുള്ള വഴിയും അടഞ്ഞിരിക്കുന്നു. വിമാനയാത്രയ്ക്കും ഹോട്ടൽ ക്വാറന്റീനും അടക്കം ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്നതിനാൽ ബദൽ വഴി തേടുകയാണ് മലയാളി അടക്കമുള്ളവർ. അതേസമയം സൗദിയിലേക്കുള്ള പ്രവേശനത്തിന് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അവിടേക്ക് പോകാൻ ബഹ്റൈനിൽ ക്വാറന്റൈനുള്ള 1000-ഓളം മലയാളികൾ അതിർത്തി കടക്കാനാകാതെ കുടുങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ വൻ തുക നൽകി ക്വാറന്റൈൻ പാക്കേജ് എടുത്ത് വിമാനമാർഗവും പോവുക, അല്ലെങ്കിൽ സൗദിയിലേക്കും UAE-യിലേക്കും പ്രവേശന വിലക്കില്ലാത്ത മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി വീണ്ടും 14 ദിവസം ക്വാറന്റൈൻ കാലയളവ് പൂർത്തിയാക്കി PCR എടുത്ത് യാത്ര തുടരുക എന്നീ മാർഗങ്ങളാണുള്ളത്. സൗദി അംഗീകരിച്ച ഫൈസർ, ആസ്ട്രസെനെക്ക, മൊഡേണ വാക്സിനുകൾ 2 ഡോസും ജോൺസൺ വാക്സിൻ 1 ഡോസും എടുത്തവർക്കും ആദ്യ ഡോസ് വാക്സിൻ എടുത്ത് 14 ദിവസം പിന്നിട്ടവർക്കും വ്യാഴാഴ്ച മുതൽ സൗദിയിൽ പ്രവേശിക്കാം. എന്നാൽ ഇന്ത്യയിൽ നിന്നെത്തിയ ഭൂരിഭാഗം പേരും വാക്സിൻ എടുക്കാത്തവരാണ്. അതിനാൽ ഇവർക്ക് സൗദി ബഹ്റൈൻ കോസ് വേ വഴി സൗദിയിലേക്ക് കടക്കാൻ സാധിക്കില്ല. വിമാനമാർഗം പോകുന്നതിന് തടസ്സമില്ലെങ്കിലും 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനുള്ള തുക കൂടി ടിക്കറ്റ് എടുക്കുമ്പോൾ നൽകണം. ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലെത്തി ക്വാറന്റൈൻ കഴിഞ്ഞ് വിമാനത്തിൽ സൗദിയിലെത്തി അവിടുത്തെ ക്വാറന്റൈൻ കൂടി പൂർത്തിയാക്കുമ്പോഴേക്കും ചിലവ് 2.5 ലക്ഷം കവിയും. എന്നാൽ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ കടം വാങ്ങിയും മറ്റും പോകുന്നവരുണ്ട്. യാത്രക്കാരുടെ എണ്ണമേറിയതോടെ ബഹ്റൈൻ സൗദി വിമാന ടിക്കറ്റ് നിരക്കും കൂടിയിരിക്കുന്നു. 2000 റിയാൽ ടിക്കറ്റിനും 3500 റിയാൽ ഹോട്ടൽ ക്വാറന്റൈനും അടക്കം 5500-ലേറെ നൽകിയാണ് വിമാനത്തിൽ ഇടം പിടിക്കുന്നത്. അതേസമയം പുതിയ സാഹചര്യത്തിൽ ആഫ്രിക്ക വഴി സൗദിയിലേക്കുള്ള പാക്കേജുമായി വിവിധ ഏജൻസികൾ രംഗത്തെത്തുന്നു. വിമാന ടിക്കറ്റ്, 22 ദിവസത്തെ ക്വാറന്റൈൻ പാക്കേജ്, ഭക്ഷണം, PCR ടെസ്റ്റ് എന്നിവ അടക്കം 1.65 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം ഓരോ രാജ്യത്തെയും നിയമമാറ്റങ്ങൾക്ക് ഏജൻസി ഉത്തരവാദികളല്ലെന്നും വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.